ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെസാ ടോക്സ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ടെസാ ടോക്സ് ചാനൽ ഇന്ന് എവിടെ നിൽക്കുന്നത് വെച്ചാൽ വാഗമണിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ടെസ്സയുണ്ട്. ടെസ്സയുടെ കൂടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വാഗമണിൽ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ടെസ്സ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ടെസ്സയും ഞാനും കൂടെ എവിടെയാണ് വന്നിരിക്കുന്നതെന്നും ഏത് സ്റ്റേക്കേഷനാണെന്നും ഏത് ആരുടെ കൂടെയാണ് വന്നിരിക്കുന്നതെന്നും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും ഗൈസ്. ഇതാണ് നമ്മുടെ സ്റ്റേക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടോ. ഈ ഒരു ഏരിയ നോക്കിയാൽ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഏരിയ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്. അത് കുറേ പേർക്ക് വന്നിട്ടിരിക്കാം. നമ്മുടെ ഒരു ഫാമിലി മാത്രമല്ല, കുറേ പേർക്ക് ഇരിക്കാം. ഒരു 2-3 ഫാമിലിക്കൊക്കെ വന്ന് വിടുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വന്നിരുന്ന് ഒക്കെ നമുക്ക് ഈ ഭാഗം എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ അവിടെ ഒരു നമുക്ക് കോഫി ഒക്കെ കുടിക്കാം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് വർത്തമാനം പറയാം എല്ലാ ഫ്രണ്ട്സിനോടും. അങ്ങനെ ഒരു ഏരിയയും കൂടെ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ അത് നല്ല ഭംഗിയിൽ നല്ല കോടമഞ്ഞൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് നമുക്ക് ചായക്ക് കുടിക്കാം. അങ്ങനെ ഒരു ഏരിയ അതും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ആംബിയൻസ് പിന്നെ പറയട്ടല്ലോ, എല്ലാവർക്കും ഈ ഒരു വാം ലൈറ്റ് ഇഷ്ടമായിരിക്കും. ഇതിന്റെ കൂടെ ഇരുന്ന് അവിടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും കണ്ടോ 4 സ്ഥലത്ത് വാം ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ തൊട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഫിനിറ്റി പൂളുണ്ട് ഗൈസ്. അപ്പൊ ഇതും അടിപൊളിയാണ്. അപ്പോൾ നമ്മള് ഈ ഒരു ഏരിയ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പോവാണ്. അത് മാത്രമല്ല ഇപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ കുറച്ചധികം പേര് ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പൈൻമരങ്ങൾ പോലെ ഇരിക്കുന്ന നമ്മുടെ ക്രിസ്മസ് ട്രീകൾ പോലെ ഇരിക്കുന്ന കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കിഡ്സ് സെക്ഷൻ വേറെയാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ കിഡ്സ് സെക്ഷനിൽ പിള്ളേർക്ക് പിന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ എല്ലാം വേണമല്ലോ. അപ്പോൾ അതിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും ടൈം സ്പെൻഡ് ചെയ്ത് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഗൈസ്. ഈ ഒരു ഏരിയ ആണ് ഗൈസ് ഇഷ്ടപ്പെട്ടത്. കാരണം അവർക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പം എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. കുട്ടികളുടെ മനസ്സിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് ഗൈസ്. ഇവിടെ നമ്മുടെ പൈൻമരങ്ങളല്ല, നമ്മുടെ ക്രിസ്മസ് ട്രീകളില്ലേ, കുഞ്ഞി ക്രിസ്മസ് ട്രീകൾ ഇവിടെ ഉണ്ട് ഗൈസ്. ഞാൻ 2-3 കുട്ടി തൈകൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ വളരും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഭാഗത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിടിക്കോ ഇല്ലെന്നൊക്കെ അറിയണല്ലോ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ അത് എന്റെ ഭംഗി കണ്ടിട്ടും കൂടിയാട്ടോ മേടിച്ചത്. അപ്പൊ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിത് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിത് കാണിച്ചു തരാം. അടുത്തൊരു ചെറിയ വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ഇത് എങ്ങനെ അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും കാണാമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് മൂവ് ചെയ്യാം ഗൈസ്. ഇപ്പോഴത്തെ ടെസ വരാൻ പോകുന്നതുണ്ടല്ലോ ഇൻഫിനിറ്റി പൂളിലോട്ടാണ് കേട്ടോ. ഇൻഫിനിറ്റി പൂൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടെസയും മമ്മിയും കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇൻഫിനിറ്റി പൂൾ. അതിൽ തന്നെ കിഡ്സ് സെക്ഷൻ വേറെ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ വാമിലേക്ക് ഇട്ടിരിക്കാനും ഈ പൂളിന് ഒരു അടിപൊളി ഭംഗിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് നോക്കി വാമിലേക്ക് ഇട്ടിട്ട് നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള ഏരിയ ഉണ്ടല്ലേ, അതും നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഞാൻ എടുക്കുമ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പൂളിൽ കാണാൻ പറ്റുന്നത് നോക്കിയേ. ഇങ്ങനെ കണ്ടോ മഴത്തുള്ളികൾ വീണ് ഇങ്ങനെ വരുന്ന ഓരോ ഇതൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പൊ എങ്ങനെയുണ്ട് ഫുള്ള് അപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാല് നല്ല കോടയുണ്ട്. കോട ഈ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല. അങ്ങോട്ട് അധികം പോവണ്ട, ഇവിടെ നിന്നാ മതി. അപ്പൊ ഇതാണ് കോട വന്ന് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളിതേ ഇങ്ങനെ കോടമഞ്ഞ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ മൊട്ടക്കുന്നുകളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കാണ്. കോട കൊണ്ട് കവർ ചെയ്ത് ഇങ്ങനെ കിടക്കാണ്. ആ ഒരു വ്യൂവിൽ ഇരുന്നിട്ടാണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിറ്റാറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പൂള് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഫംഗ്ഷനൊക്കെ കുഞ്ഞി ഫംഗ്ഷനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനും പറ്റും. ആ ഒരു ഏരിയ ഇവിടെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ മൊത്തം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും വന്നാലും ഈ ഭാഗം ഇഷ്ടപ്പെടും. ടെസയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗം കഴിക്കാനായിട്ടില്ലേ ടെസ? അങ്ങനെ നമ്മള് പുറത്തൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് അകം കാണിച്ചു കൊടുക്കാം. അത് നീറ്റാൻഡീലാണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഏരിയ ആണ് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്ന ഏരിയ. ബാക്ക് സൈഡ് ആണ് നമ്മളുടെ കിഡ്സ് ഏരിയയോട് ചേർന്നിട്ടുള്ള ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമുക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം അല്ലേ. ഇവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം സ്ലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ടെസ ഇവിടെ വന്നിരുന്ന് സ്ലൈഡ് ചെയ്തിട്ടുണ്ടായി. അതിന്റെ കാരണം ഡ്രസ്സ് ഒന്ന് നനഞ്ഞു എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് കുഴപ്പമില്ല, ഡ്രസ്സ് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്, അത് ഉണങ്ങിക്കോളൂ ഇല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇത്രയും പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഗൈസ്. ഇത്രയും സ്ഥലത്ത്. അതുപോലെ ഈ സൈഡിൽ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. ഫുൾ വിൻഡോസ് ഓപ്പൺ ഇതുപോലത്തെ
ട്രാൻസ്പാരന്റ് ആണ്, നമുക്ക് ഫുൾ വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോറിഡോർ നോക്കിയേ, ഇത് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു കോറിഡോർ കാണാനായിട്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. അകത്ത് ഇങ്ങനൊരു ഹാള് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു കുഞ്ഞു കിച്ചൺ ഉണ്ട്. കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഒരു ചെറിയ റൂമല്ല, വലിയ റൂമാണ് ഗൈസ്. അപ്പൊ ഇവിടെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പുറത്തോട്ട് നല്ല വ്യൂ ആയിരിക്കും. ഇവിടെ നിന്ന് ഫുൾ വ്യൂ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു റൂമും മുകളില് 2 റൂമാണ് വന്നിരിക്കുന്നത്. ഇനി മുകൾ ഭാഗത്ത് കാണിക്കാം അല്ലേ. കഴിഞ്ഞ് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഴ്സ് കയറിയിട്ട് നേരെ മേലോട്ട് പോവാണ് ഗൈസ്. മേലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഒരു വലിയൊരു ഹാൾ ഉണ്ട്. നമുക്ക് സെലിബ്രേഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഹാൾ ഉണ്ട്. ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇവിടെ നല്ല ഒരു ഏരിയ തന്നെയുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഇന്ന് പ്ലേ ചെയ്യാനൊരു ഏരിയ ഉണ്ട്. ക്യാരംസ് ഒക്കെ പ്ലേ ചെയ്യാം. പിന്നെ നമ്മളുടെ ഇവിടെ ലൈറ്റൊക്കെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പാട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് നമുക്ക് എന്ത് ഫംഗ്ഷനും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് സാധിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ അടുത്ത റൂം ഈ ഒരു സൈഡിലുണ്ട്. അത് 2 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൂം. പിന്നെ ബാത്റൂം പറയേണ്ട കാര്യമില്ല. അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ്. നല്ല വാഷിംഗ് ഏരിയ, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. അപ്പോ ഈ ഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കോൺടാക്ട് ചെയ്യുക CP ക്യാമ്പ്സിനെ. അപ്പോൾ ബൈ ഫ്രം Tesla Talks. Daddy വാ. ഇതിന്റെ ബാക്ക് സ്ട്രോക്ക് ഫ്ലോട്ടിങ് ഇതിന്റെ ഫ്രീ ഫ്ലോട്ട് കാണിക്കാം. ഫ്രീ ഫ്ലോട്ടിന് വീഡിയോ എടുക്കാം. എടുക്കണ്ട്. റണ്ണിങ് ക്യാമറ റണ്ണിങ്. ഫ്രീ ഫ്ലോട്ട്